ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും നന്ദിയും അർപ്പിച്ചുകൊണ്ട് ജൂലൈ 23 ബുധനാഴ്ചയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നല്ല നാഥ, എളിമയോടും ആത്മാർത്ഥതയോടും കൂടെ അങ്ങയുടെ സംരക്ഷണത്തിൽ ജീവിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ. ലൂക്കാ സുവിശേഷം 16 അധ്യായം 11 വചനം ഇന്ന് ധ്യാനിക്കാം. അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ ഏൽപ്പിക്കും? വെറും കൈയോടെ ഈ ഭൂമിയിൽ ജനിച്ചവരാണ് നാം ഓരോരുത്തരും. മരിച്ച് തിരിച്ചു പോകുമ്പോഴും നമുക്ക് ഒന്നും കൊണ്ടുപോകാനും സാധിക്കില്ല. അപ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ഉപയോഗിച്ച് സ്വർഗരാജ്യത്തിലേക്ക് സമ്പത്ത് ശേഖരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. മിക്കവാറും നമ്മുടെ ഇടയിലുള്ള എല്ലാ വഴക്കുകളും സമ്പത്ത്, സ്ഥലം, സ്ഥാനം തുടങ്ങിയ കാര്യങ്ങൾക്കായിരിക്കും. ഭൂമിയിലുള്ള നിസ്സാരകാലത്തെ ജീവിതത്തിനു വേണ്ടി ഇത്തരം കാര്യങ്ങളെ പ്രതി വഴക്കിടില്ലെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. കണ്ടിട്ടില്ലേ തെരുവുകളിൽ അന്തിയുറങ്ങുന്നവരെ? ഒരു ടെൻഷനുമില്ലാതെ സുഖമായി ഉറങ്ങുന്നവർ. ഒന്നും സ്വന്തമായില്ല എന്നറിയുന്നത് കൊണ്ട് ഒന്നും നഷ്ടപ്പെടും എന്ന പേടിയും അവർക്കില്ല. കർത്താവേ, ഒന്നും സ്വന്തമല്ലെന്ന ബോധ്യം നൽകി ഒരു കുഞ്ഞിനെ പോലെ പൂർണ്ണമായും അങ്ങയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് പഠിപ്പിക്കണമേ. നല്ലൊരു ദിവസം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.